ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് 24 ചേരുകയാണ്. യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ വയനാട് ഒരു വിവാദമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഭൂമി നൽകിയില്ല, ഭൂമി നൽകിയിരുന്നെങ്കിൽ വീട് വെക്കാൻ സാധിക്കുമായിരുന്നതാണ്. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതായത് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഒരു ടൌൺഷിപ്പിന് നേതൃത്വം കൊടുക്കും എന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ വീട് വാഗ്ദാനം ചെയ്തിട്ട സംഘടനകളുടെ യോഗം വിളിച്ച് ഒരു വീടിന് 20 ലക്ഷം രൂപ കണക്കാക്കുന്നു എന്ന് സംഘടനകളെ അറിയിച്ചു. അപ്പൊ അത് പ്രകാരം എത്ര വീട് നിർമ്മിക്കാൻ കഴിയും, എത്ര തുക കൈമാറാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെയും ആ സ്ഥലത്തെ MLA ആയിട്ടുള്ള UDFന്റെ നേതാവ് കൂടിയായിട്ടുള്ള സിദ്ദീഖിന്റെ എല്ലാം സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനം. അന്നവിടെ പ്രഖ്യാപിച്ച സംഘടനകൾക്ക് ഭൂമി കൊടുക്കുന്നുള്ള പ്രഖ്യാപനമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഒരു പച്ചക്കള്ളം ഇപ്പോഴിങ്ങനെ ആവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പൊ മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ സ്ഥലം സർക്കാരാണോ കൊടുത്തത്? ഇല്ലല്ലോ. മുസ്ലിം ലീഗ് സർക്കാരിന്റെ പദ്ധതിയുമായി സഹകരിക്കുന്നില്ല. ഞങ്ങൾ പിരിച്ച പണം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ തന്നെ ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് ലീഗ് പറഞ്ഞിട്ടുണ്ട്. ലീഗ് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ലീഗ് സർക്കാരിന്റെ ഭൂമിയിലല്ല നിർമ്മിക്കുന്നത്. സർക്കാർ ഒരാൾക്കും ഭൂമി കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ സംഘടന നിർമ്മിച്ചോ എന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ പറയാത്തൊരു കാര്യം എന്തിനാണ് ഇപ്പൊ ഒരു നുണയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, യൂത്ത് കോൺഗ്രസ് ആ ദുരന്ത ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഞങ്ങൾ 30 വീട് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചു. വ്യാപകമായി പണം പിരിച്ചു. ആ പിരിച്ച പണം എവിടെ എന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്നു. ചില ആളുകൾ അത് ഫേസ്ബുക്കിൽ കൂടി ഷെയർ ചെയ്യുന്ന നിലയുണ്ടായി. അപ്പൊ യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഈ പ്രഖ്യാപനം നടത്തി വ്യാജ പ്രഖ്യാപനമായി ചുരുക്കിയ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന നിലയുണ്ടായി. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥലം അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. അത് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ചു നൽകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചിരുന്നോ? ഇല്ലില്ല. അല്ല, സർക്കാരിന്റെ ഭാഗത്തുള്ള സഹായം ഞങ്ങൾ പ്രത്യേകിച്ച് അവിടെ വീട് ഞങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നില്ലല്ലോ. 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ഞങ്ങൾ പദ്ധതി പ്രാവർത്തികമാക്കും എന്നാണ്. അപ്പോ ഞങ്ങൾ പിരിച്ച 20 കോടി കൊണ്ട് സർക്കാർ കണക്കാക്കിയ തുക വെച്ച് 100 വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയും. ആ തുകയാണ് ഞങ്ങൾ കൈമാറിയത്. അതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. സർക്കാരുമായി ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 88 ലക്ഷം രൂപ പിരിച്ചു. അത് വലിയൊരു ആഘോഷമായി തന്നെയായിരുന്നു പിരിച്ചത്. ആ പണം എവിടെ നിന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ വേദിയിൽ തന്നെയാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. അല്ല, അതിനൊക്കെ അവരുടെ നേതാക്കന്മാർ മറുപടി പറയേണ്ട വിഷയമാണ്. ഇപ്പൊ 88 ലക്ഷം അവരുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ 25 പ്രഖ്യാപിച്ചപ്പോൾ ആവേശം മൂത്ത് 30 പ്രഖ്യാപിച്ച ആളുകൾ, ഞങ്ങൾ 25 പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് 20 കോടിയിൽ കൂടുതൽ തുക തന്നു. അപ്പൊ യൂത്ത് കോൺഗ്രസ് 30 പ്രഖ്യാപിച്ചിട്ട് അവർക്ക് 88 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്നത് ആണല്ലോ ഇപ്പൊ അവർ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ചില അവ്യക്തതകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വിവാദം ഖദർ വിവാദമാണ്. അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഖദർ ഇപ്പൊ ഇന്നത് ഫേസ്ബുക്കിൽ ആരും എഴുതിയിട്ട് കണ്ടു. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. എന്താ മറ്റൊന്ന്, ഈ റബാഡ DGP ആക്കിയതിൽ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കാരണം രക്തസാക്ഷിയുടെ മറന്നുള്ള ഒരു തീരുമാനമാണ് CPM സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഡിവൈഎഫ്ഐ? കാരണം 5 സഹാക്കളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അടക്കമുള്ള നേതാക്കൾ അതിൽ കൊല്ലപ്പെട്ടിരുന്നു. ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ്? അതൊരു അനാവശ്യ വിവാദമാണ്. അതായത് റവദ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ കാലത്ത് ASP ആയിട്ടുള്ള ആൾ, അദ്ദേഹം 94 നവംബർ 23 മറ്റോ ആണ് തലശ്ശേരിയിൽ വന്ന് ചാർജ് എടുക്കുന്നത്. 25 ഈ വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ചില ആളുകളോട് പ്രചരിപ്പിക്കുന്നത് ഈ റവദ ചന്ദ്രശേഖരനാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്നാണ്. തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത് TT ആന്റണിയാണ്, ഡെപ്യൂട്ടി കലക്ടർ. യഥാർത്ഥത്തിൽ TT ആന്റണി അവിടെ എത്തിയത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അത് തലശ്ശേരി RDOന്റെ പരിധിയിലുള്ളതാണ്. അപ്പൊ കലക്ടറുണ്ട്, RDO ഉണ്ട്, തലശ്ശേരി അസിസ്റ്റന്റ് കലക്ടറുണ്ട്. അപ്പൊ അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് TT ആന്റണിയെ കൊണ്ടുവന്നത് എന്നതായിരുന്നു അന്ന് പ്രധാനപ്പെട്ട ആരോപണവും ചർച്ചയും. അപ്പൊ TT ആന്റണി, ഹക്കീം ബത്തേരി എന്ന DYSP, ഹക്കീം ബത്തേരി സെലക്ട് ചെയ്ത കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, UDFന്റെ മന്ത്രി, അവരൊക്കെ നടത്തിയൊരു ഗൂഢാലോചനയാണ്. അതിനകത്തൊന്നും ഈ 2 ദിവസം മുന്നേ വന്ന റവദക്ക് പങ്കുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കണ്ടെത്തുകയും അയാൾക്ക് അതിനകത്ത് പങ്കില്ലെന്ന്
പ്രഖ്യാപിക്കുകയും അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നും കാണാൻ വേണ്ടി കഴിയും. അതിനെ തുടർന്ന് ഇപ്പൊ 95 നാനാർ ഗവൺമെന്റ് അപ്പോൾ അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ SP ആയി നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് വന്ന LDF ഗവൺമെന്റ് IG ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തലവനായി നിയമിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പോസ്റ്റുകളിലും അദ്ദേഹം നേരത്തെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വിവാദം ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശമാണ്. അവരുടെ ലക്ഷ്യം ഇടതുപക്ഷ ഗവൺമെന്റാണ്. അപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റിന് എതിരായിട്ട് മറ്റ് ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ല. എന്നാ പിന്നെ കുറച്ചാളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇതിനെ ഉപയോഗപ്പെടുത്തി കളയാം എന്ന ആലോചനയാണ്. മറ്റു വിവാദങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. റവഡ കുറ്റവിമുക്തനാണ്. പക്ഷേ റവഡ സമരക്കാർക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കമ്മീഷനിലടക്കം മൊഴി നൽകിയിരുന്നു സമരക്കാർക്കെതിരെ. എന്തെങ്കിലും തരത്തിൽ വ്യഗ്രത CPM നേതാക്കളോ അല്ലെങ്കിൽ കാട്ടുന്നുണ്ടോ റവദയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ അല്ലെങ്കിൽ പങ്കില്ല എന്ന് പറയുന്നതിൽ? റവദ മൊഴി നൽകിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ റവദക്ക് അവിടെ ആ സേനയുടെ ഭാഗമായി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ നിൽക്കുകയല്ലാതെ ഇപ്പൊ അവിടെ ലാത്തി ചാർജ് എടുക്കും. റവദക്ക് അവിടെ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഫോഴ്സാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഇടപെടലൊക്കെ ഉണ്ടാവും. അതല്ലാതെ റവദ ചന്ദ്രശേഖരനാണ് ഡിവൈഎഫ്ഐക്കാരെ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്ന പ്രചരണം തന്നെ തെറ്റാണ്. അങ്ങനൊരു പ്രചരണത്തിനെ അടിസ്ഥാനമില്ല എന്നാ പറയുന്നത്. പിന്നെ സേനയുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ സേനയുടെ ഭാഗമായിട്ട് മേലുദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അതല്ലാതെ അദ്ദേഹം പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാരുടെ എന്തെങ്കിലും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന മലയാളം പോലും അറിയാത്ത ഒരാൾക്ക് കേരളത്തിലെ ഡിവൈഎഫ്ഐയോട് ഇടതുപക്ഷത്തോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് പറയുന്നതിൽ എന്താ യുക്തിയുള്ളത്? അപ്പൊ അതിൽ അടിസ്ഥാനമില്ല. അല്ല, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് ഓർമ്മിക്കാമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. രക്തസാക്ഷികളോടെല്ലാം പൊതുവെ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ യൂത്ത് കോൺഗ്രസ് ഒക്കെ എടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാലോ. യൂത്ത് കോൺഗ്രസിന്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റാണല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ ധീരജിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. അപ്പൊ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഞങ്ങളുടെ കുട്ടികൾ എന്നാണ് സുധാകരൻ അവരെ ചേർത്ത് പിടിച്ചതല്ലേ. ഇത് ഇരന്നു വാങ്ങിയ മരണമാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കാലത്തും ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി മരണപ്പെട്ടവരെ കൊല ചെയ്യപ്പെട്ടവരോട് ഒക്കെ അങ്ങേയറ്റം മോശം ഭാഷയിലും ഒക്കെ പെരുമാറിയ അനുഭവം മാത്രമേ ഇവർക്കുള്ളൂ. വലതുപക്ഷം എല്ലാ കാലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അവരുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഇടതുപക്ഷം ഇവരെല്ലാം ആദരിക്കുന്നത് എന്നൊന്നും ആരും കരുതേണ്ടതില്ല. അപ്പൊ അതിനൊന്നും ആവശ്യമില്ല.